അങ്ങേയറ്റത്തെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനയാണ് നിശാകാന്ത് ദുബെയുടെ ഭാഗത്തുണ്ടായത്. കോടതിയെ ഭീഷണിപ്പെടുത്തിയിട്ട് വരുതിക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഭീഷണി സ്വരം. അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരം ജുഡീഷ്യറിക്കെതിരായിട്ടുള്ള ഇത്തരം തുറന്ന പറച്ചിലുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ആരോഗ്യകരമായ അവസ്ഥയ്ക്ക് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. സുപ്രീം കോടതി നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാപനമാണ്. നാട്ടിലെ നീതിയും നിയമവും ഉറപ്പാക്കേണ്ട ഏറ്റവും പരമോന്നതമായ നീതിന്യായ കോടതിയാണ്. ആ കോടതിയിൽ കേസുകൾ വരും. കേസിൻ്റെ മെറിറ്റ് അനുസരിച്ച് തീരുമാനം ഉണ്ടാവും. ചില തീരുമാനങ്ങൾ വന്നാൽ ആ കോടതി വിധികളെല്ലാം മഹത്തരമെന്നും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില തീരുമാനങ്ങൾ വന്നാൽ അത് പുറപ്പെടുവിച്ച ജഡ്ജിയെ തന്നെ ഭീഷണിപ്പെടുത്തി വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഏറ്റവും ഗൗരവതരമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്, ക്ലിയർലി എ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ് ഇതിനേക്കാൾ സംശയമില്ല. ലോക്സഭാ സ്പീക്കർ ഇക്കാര്യത്തിൽ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ. സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ പ്രതിപക്ഷത്തിൽ കൊണ്ടുവരുമോ? അല്ല, സുപ്രീം കോടതി സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ ഒരു ഗൗരവതരമായ സുപ്രീം കോടതി സ്വമോട്ട ഇക്കാര്യത്തിൽ നടപടി എടുക്കേണ്ടതല്ലേ? കാരണം ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹമാണ് ഈ കലാപങ്ങൾക്കെല്ലാം പിന്നിൽ, അദ്ദേഹത്തിൻ്റെ വിധിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഏതൊരു ജഡ്ജിക്ക് ഇനി വിധി എഴുതാൻ പറ്റും? ഇത്തരമൊരു അവസ്ഥയിൽ, ഇത്തരമൊരു ഭീഷണിയിൽ ഏതെങ്കിലും ജഡ്ജിക്ക് തുറന്നെന്തെങ്കിലും പറയാൻ എഴുതാൻ പറ്റൂ? ന്യായം നടപ്പിലാക്കാൻ പറ്റൂ? അപ്പോൾ ഇത് സുപ്രീം കോടതി വിധി നമുക്കെല്ലാവർക്കും അറിയാം. പാർലമെൻറ്റിൽ ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ, വഖഫ് ബില്ലിൻ്റെ ചർച്ച നടക്കുമ്പോൾ ഞങ്ങളെല്ലാം ഉന്നയിച്ചതാണ്, ഇത് ആർട്ടിക്കിൾ 26 ലംഘനമാണ്. കോടതിയെ നിങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ്. കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാൻ പറ്റാത്ത പ്രൊവിഷനുകൾ അതിനകത്തുണ്ട് എന്ന് ക്ലിയറായിട്ട് നമ്മളെല്ലാം പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് പാർലമെൻറ്റ് മഹത്തരമാണെന്നാണ് പറയുന്നത്. അത് അദ്ദേഹം മാത്രമല്ല, ഏറ്റവും വലിയ ഭരണഘടനാ പൊസിഷനിലിരിക്കുന്ന ആളുകൾ പോലും കോടതിയെ ആക്രമിക്കുകയാണ് പാർലമെൻറ്റിൻ്റെ പേര് പറഞ്ഞ്. പാർലമെൻറ്റിൽ ചർച്ചകൾക്ക് പോലും അവസരമുണ്ടോ? പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരമുണ്ടോ? ഒരു ഭാഗത്ത് പാർലമെൻറ്റിൻ്റെ മഹത്വം പറയും, മറുഭാഗത്ത് പാർലമെൻറ്റിനെ വെറും മോക്കറിയാക്കിയിട്ട് ചെറിയ ഭൂരിപക്ഷത്തിൻ്റെ അടിച്ചേൽപ്പിക്കലിലൂടെ പാർലമെൻറ്റിൽ എല്ലാ നിയമനിർമ്മാണങ്ങളും ബുൾഡോസ് ചെയ്യല്ലേ ചെയ്യുന്നത്. നീതിപൂർവമായ ചർച്ചയ്ക്ക് പാർലമെൻറ്റ് പോലും അവസരമാക്കുന്നില്ലല്ലോ. മെയ് 5 വീണ്ടും ഈ വഖഫ് കേസ് സുപ്രീം കോടതിയിൽ വരികയാണ്. ഒരു പരിധിവരെ ഇങ്ങനെ സുപ്രീം കോടതിയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു നീക്കമാണ്. തീർച്ചയായിട്ടും സുപ്രീം കോടതിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. ഇത് കൃത്യമായിട്ടും സുപ്രീം കോടതിയെ ഭീഷണിപ്പെടുത്തി വിരട്ടി നിർത്താനുള്ള ശ്രമമാണ് ഇവർ നടത്തിയത്. ഇത് അങ്ങേയറ്റത്തെ ഗൗരവതരമായ കാര്യമാണ്. ഈ നാട്ടിലെ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ കടന്നാക്രമണമാണ്. അത് ആ രീതിയിൽ കൈകാര്യം ചെയ്യണം. കോൺഗ്രസ് പാർട്ടി അതീവ ഗൗരവതരമായിട്ടാണ് ഈ കാര്യത്തെ കാണുന്നത്. വേറെന്താ മാർഗം? ഒരാളെ കൊണ്ടൊരു ഭാഗത്ത് പറയിപ്പിക്കുക. ഇത് ഇദ്ദേഹം ആദ്യമായിട്ടാണോ പറയുന്നത്? ഇദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ പ്രസംഗങ്ങളെല്ലാം നിങ്ങൾ കേട്ടതാണല്ലോ. എല്ലാ ദിവസവും സബ്മിഷൻ കിട്ടുന്ന ഏക മെമ്പറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്? അപ്പോഴെല്ലാം പാറ്റേണേജ് കൊടുത്ത പാർട്ടി BJP അല്ലേ?